പ്രിയ വിദ്യാർത്ഥികൾക്ക് സാദര നമസ്കാരം. നമുക്കിന്ന് ഗരുഡന്റെ കഥ പഠിക്കാം. ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. എങ്ങനെയാണ് ഗരുഡന്റെ ജന്മം? ഗരുഡൻ എങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായി? കശ്യപ പ്രജാപതിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, കദ്രുവും വിനിതയും. മഹർഷി തപസ്സിന് പോകുമ്പോൾ 2 ഭാര്യമാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദീർഘകാലം തപസ്സിന് പോവുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ഭാര്യയായ കദ്രു പറഞ്ഞു, എനിക്ക് 1000 നാഗങ്ങൾ, പാമ്പുകൾ മക്കളായിട്ട് വേണം. തഥാസ്തു, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി കദ്രുവിന് 1000 മുട്ടകൾ കൊടുത്തു. ഇത് നീ ഒരു മുറിയിൽ വെച്ചോളൂ, യഥാകാലം മുട്ട വിരിഞ്ഞ് നീ ആഗ്രഹിച്ചതുപോലെ 1000 ശ്രേഷ്ഠരായ പാമ്പുകൾ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞു. വിനിതയോട് ചോദിച്ചപ്പോൾ വിനിത പറഞ്ഞു, എനിക്ക് 1000 മക്കളൊന്നും വേണ്ട, ഉഗ്രപ്രതാപശാലികളായ 2 മക്കൾ മതി എന്ന് പറഞ്ഞു. തഥാസ്തു, 2 മുട്ട വിനിതയ്ക്കും കൊടുത്തു. അതും മുറിയിൽ വെച്ചോളൂ, യഥാകാലം ശ്രേഷ്ഠരായ 2 മക്കൾ, ലോകപ്രശസ്തരായ 2 മക്കൾ അതിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. മഹർഷി ദീർഘ തപസ്സിനായി കാട്ടിലേക്ക് പോയി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. കദ്രുവും വിനിതയും ഒരു ദിവസം അനാവശ്യമായ ഒരു വാദപ്രതിവാദം നടത്തി. കദ്രുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദുഷ്ടമനസ്സുണ്ടായിരുന്നു. വിനിത ഒരു പരിധിവരെ നിഷ്കളങ്കയുമായിരുന്നു. അവർ തമ്മിലുണ്ടായ തർക്കം ഇതായിരുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നു. ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ കുതിരയുടെ വാലിൻ്റെ നിറമേത്? ഈ ചർച്ചകൾ ഇങ്ങനെ ചുമ്മാ അനാവശ്യമായ സംവാദങ്ങൾ പല വിഷയത്തിലും ഇവർ നടത്തിക്കൊണ്ടേയിരുന്നു. സൂര്യൻ്റെ കുതിര വെള്ളക്കുതിരയാണ്, അതിൻ്റെ വാലും വെള്ളയാണ്. എന്നാൽ തർക്കം കുറേ കാലമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കദ്രുവിൻ്റെ മുട്ട ഓരോന്നോരോന്നും വിരിഞ്ഞ് അതിഘോരങ്ങളായ നാഗങ്ങൾ പുറത്തേക്ക് വന്നു. വാസുകി, തക്ഷകൻ, അനന്തൻ, കാളിയൻ, ഇതൊക്കെ നമ്മുടെ കദ്രുവിൻ്റെ മക്കളാണ്. ഉഗ്ര സർപ്പങ്ങളാണ്, ഒരുപാട് നന്മയുള്ള സർപ്പങ്ങൾ കൂടിയാണ്. ഇതിനിടയിൽ പല വിഷയത്തിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം തർക്കം മൂർച്ഛിച്ചപ്പോൾ ഇവർ ഒരു വാതു വെച്ചു, പന്തയം വെച്ചു. അതിതായിരുന്നു, നാളെ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യൻ്റെ വാലിൻ്റെ, അതായത് സൂര്യനെ സ്വർണ്ണരഥത്തിൽ പൂട്ടിയ 4 കുതിരകൾ സ്വർണ്ണരഥത്തിൽ പൂട്ടിയ ആ രഥത്തിലാണ് വരുണൻ സൂര്യനെ ഉദിച്ചുയർത്തുന്നത് എന്നാണ് സങ്കല്പം. അപ്പൊ അങ്ങനെയെങ്കിൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കുതിരയുടെ വാല് ഏത് നിറമാണ്? വെള്ളയാണെങ്കിൽ ഞാൻ നിന്റെ അടിമയാകും, വിനിതയുടെ അടിമയാകും. മറിച്ച് വാല് കറുപ്പാണെങ്കിൽ നീ എൻ്റെ അടിമയാകണം. ഇതായിരുന്നു പന്തയത്തിലെ കണ്ടീഷൻ. അങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ചു വരും എന്ന് കദ്രുവിനറിയാം. സൂര്യൻ്റെ വാലിൻ്റെ കുതിരയുടെ വാലിൻ്റെ നിറവും വെള്ളയാണെന്നും കദ്രുവിനറിയാം. എന്നാൽ വിനിതയെ അടിമയായി കിട്ടുവാൻ വേണ്ടിയായിരുന്നു കദ്രു കുറേ കാലങ്ങളായിട്ട് ഈ തന്ത്രം പ്രയോഗിച്ചത്. സൂര്യഭഗവാൻ വരുന്ന തേരിൻ്റെ കുതിരയുടെ വാല് വെള്ള നിറത്തിൽ നിന്ന് രാവിലെ കാണുമ്പോൾ കറുപ്പായി തോന്നുവാൻ എന്തു ചെയ്യണം? കദ്രുവിൻ്റെ ഉള്ളിൽ ഒരാശയം ഉദിച്ചു. കദ്രു 4 പാമ്പുകളെ, മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം സൂര്യലോകത്ത് പോയിട്ട് സൂര്യൻ്റെ ആ കുതിരയുടെ വാലിൽ നിങ്ങൾ ചുറ്റിക്കിടക്കണം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ ആ കുതിരയെ കാണുമ്പോൾ വാല് കറുത്തതായിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നണം. മക്കൾ പറഞ്ഞു, അമ്മേ അത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കദ്രു വാശി പിടിച്ചു, ശാസിച്ചു, ശപിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ 4 മക്കൾ അതിന് തയ്യാറായി. അങ്ങനെ അവർ കുതിരയുടെ വാലിൽ ചുറ്റിക്കിടന്നു. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കുതിരയെ നോക്കുമ്പോൾ കുതിരയുടെ വാലുകൾ 4 കുതിരയുടെ വാലുകളും കറുത്തതായിട്ട് കണ്ടു. അതോടുകൂടി നമ്മുടെ വിനീത കദ്രുവിൻ്റെ അടിമയായി.
എല്ലാ ജോലികളും ചെയ്യണം, 1000 നാഗങ്ങളെ പരിരക്ഷിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ എല്ലുമുറിയ പണിയായി, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയായി, എപ്പോഴും കണ്ണീരിൽ ജീവിക്കുവാൻ തുടങ്ങി നമ്മുടെ വിനീത. വിനീതയുടെ മുട്ടയാണെങ്കിൽ വിരിയുന്നുമില്ല. കദ്രുവിൻ്റെ 1000 മുട്ട വിരിഞ്ഞു, 1000 കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. വിനീതയുടെ മുട്ട വിരിയുന്നുമില്ല. അക്ഷമയായി വിനീത എല്ലാ ദിവസവും ആ മുറിയിൽ ചെന്ന് നോക്കിയിട്ട് ദീർഘനിശ്വാസം വിടും. എപ്പോഴാണ് മക്കളെ നിങ്ങൾ ഈ മുട്ട പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരിക എന്നിങ്ങനെ ചോദിക്കും. മാസങ്ങൾ വീണ്ടും വീണ്ടും കടന്നുപോയി. ഒരു ദിവസം ക്ഷമകെട്ട വിനിത ഒരു മുട്ടയെടുത്തിട്ടുടച്ചു. അപ്പോഴാണ് വിചിത്രമായൊരു കാഴ്ച. പാതി വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ യാതൊരു ക്ഷമയും കാണിച്ചില്ല. ഏതാനും മാസങ്ങൾ കൂടി ക്ഷമിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതാപശാലിയായ ഒരു മകനായിട്ട് ഞാൻ വരുമായിരുന്നു. ഇതാ എൻ്റെ വളർച്ച പോലും അമ്മയുടെ അക്ഷമ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഇല്ല, ഞാൻ ആകാശലോകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അപ്രത്യക്ഷനായി. വിനിതയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടായി, പൊട്ടി കരഞ്ഞു. താൻ ആഗ്രഹിച്ച 2 മക്കളിൽ ഒരാളിതാ എനിക്ക് എൻ്റെ അവിവേകം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വിനീത പിന്നീട് ബാക്കിയുള്ള ആ ഒരു മുട്ടയെ യാതൊരു തരത്തിലും അതിനെ ശല്യം ചെയ്തില്ല, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് ഉയരുന്ന അതേ സമയത്ത് ഉഗ്രമായൊരു ശബ്ദത്തോടുകൂടി ഈ മുട്ട വിരിഞ്ഞു. കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു കാറ്റ് വീശി വലിയ ശബ്ദമുണ്ടായി. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ എല്ലാവരും പേടിച്ചു വിറച്ചു. നോക്കുമ്പോൾ നമ്മുടെ വിനീതയുടെ മുട്ട വിരിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നൊരു പക്ഷിശ്രേഷ്ഠൻ പുറത്തേക്ക് വന്നു. അതാണ് ഗരുഡൻ. വിനീതയുടെ മകനാണ് ഗരുഡൻ, പക്ഷികളുടെ രാജാവ്. ആ ഗരുഡൻ പുറത്തേക്ക് വന്ന് ഉടൻ തന്നെ അമ്മയായ വിനീതയെ നമസ്കരിച്ചു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ മുഖത്ത് എന്താണ് ഇങ്ങനൊരു സങ്കടം? എന്തിനാണ് അമ്മ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, മോനെ, അമ്മ നിന്റെ ഇളയമ്മയുടെ ദാസിയാണ്, അടിമയാണ്, കദ്രുവിൻ്റെ ദാസിയാണ്. എന്നെ നീ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. അമ്മ അടിമയായിരിക്കുന്നു, അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് മകന്റെ കടമയല്ലേ? തീർച്ചയായിട്ടും അമ്മയെ ഞാൻ ആ കടമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ വീണ്ടും നമസ്കരിച്ച് കദ്രുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു തരും, പറയൂ. ഈ സമയത്ത് കദ്രു പറഞ്ഞു, ദേവലോകത്തുള്ള അമൃതകുംഭം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചാൽ മാത്രമേ ഞാൻ നിന്റെ അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. എൻ്റെ അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഗരുഡൻ പറന്ന് സ്വർഗത്തിലേക്ക് വരുന്ന കാഴ്ച കണ്ടപ്പോൾ ദേവേന്ദ്രനും കൂട്ടരും ഉഗ്രസൈന്യവുമായിട്ട് വലിയ യുദ്ധത്തിൽ വന്നു. എല്ലാവരെയും തോൽപ്പിച്ചു ഗരുഡൻ. അങ്ങനെ ദേവലോകത്തിലെ ആ വലിയ വാതിൽ കടന്നുകൊണ്ട് ദേവലോകത്ത് പ്രവേശിച്ചു. ഒടുവിൽ അമൃതകുംഭം സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാഗോപുരത്തിൻ്റെ അരികിലെത്തി. അവിടെ 14,000 ഉഗ്രസർപ്പങ്ങൾ കാവൽ കിടക്കുന്നു. അതിനെയെല്ലാം കൊത്തി ഓടിച്ച് ഗരുഡൻ ആ പറയുന്ന മഹാകുംഭത്തെ, അമൃത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കുടിച്ചാൽ ഒരിക്കലും മരണമുണ്ടാവില്ലെന്നോ നിത്യ യൗവനം ലഭിക്കുമെന്നൊക്കെയാണ് വിശ്വാസം. ഈ അമൃതകുംഭം സൂക്ഷിച്ചിരിക്കുന്നത് വലിയ കാവലിലാണ്. അവിടെ കാവൽ നിന്ന് എല്ലാവരെയും പരാജയപ്പെടുത്തി, നാഗങ്ങളെ പരാജയപ്പെടുത്തി അമൃതകുംഭം കൊത്തിയെടുത്ത് ഗരുഡൻ താഴേക്ക് പറന്നു. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും ഓടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു, ദേവലോകത്തെ ദേവന്മാർ കഴിക്കുന്ന അമൃതവുമായിട്ട് ഒരു പക്ഷി പോവുകയാണ്. ആ പക്ഷിയെ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിന് മാത്രമേ തടുത്തു നിർത്തുവാൻ കഴിയൂ. ഇന്ദ്രനടക്കം എല്ലാ ദേവന്മാരെയും തോൽപ്പിച്ചിരിക്കുന്നു, അങ്ങ് ചെല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഗരുഡന്റെ മുന്നിലേക്ക് മഹാവിഷ്ണു എത്തി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ചക്രമുണ്ട്, അതാണ് സുദർശന ചക്രം. ഈ ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതാർക്കെങ്കിലും നേരെ വിട്ടാൽ അവരെ കൊന്നിട്ടേ ഇത് തിരിച്ചു വരുള്ളൂ. അങ്ങനെ മഹാവിഷ്ണു
ഗരുഡന് നേരെ ഈ സുദർശന ചക്രത്തെ ഒന്ന് വിട്ടപ്പോൾ ഗരുഡൻ ആ ചക്രത്തെ ഒന്ന് നമസ്കരിച്ചു. ഉടനടി ആ ചക്രം ഗരുഡന് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് വീണ്ടും മഹാവിഷ്ണുവിൻ്റെ കൈകളിൽ വന്നിരുന്നു. ഈ സമയത്ത് വിഷ്ണു ഭഗവാൻ ചോദിച്ചു, അല്ലയോ സുദർശനം, നിങ്ങൾ എന്താണ് ആ പക്ഷിയെ കൊല്ലാതെ വന്നത്? അപ്പോൾ സുദർശന ചക്രം പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങ് പറയുന്ന ഏത് കർമ്മത്തെയും ചെയ്യുന്നവനാണ്. പക്ഷേ ഈ ഗരുഡനെ കൊല്ലുവാൻ ആരാലും സാധ്യമല്ല. കാരണം അടിമത്വത്തിലായിപ്പോയ സ്വന്തം അമ്മയെ രക്ഷിക്കുവാൻ വന്ന മകനാണ്. സ്വന്തം അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വന്നിരിക്കുന്ന ഈ മകനെ തോൽപ്പിക്കുവാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കോ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ജീവൻ വരെ കളയുവാൻ തയ്യാറായി വന്നിരിക്കുന്ന ഈ മകനെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് സുദർശനം പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സ്നേഹവും സന്തോഷവും ഗരുഡനോട് തോന്നിയ മഹാവിഷ്ണു പറഞ്ഞു, മഹാത്മൻ, അങ്ങ് ഇത്രയും വലിയ ഒരാൾ തന്നെ, അതുകൊണ്ട് എന്നോട് വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗരുഡൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അങ്ങയുടെ സുദർശനത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് എന്നോട് വരം ചോദിക്കൂ. ഈ സമയത്ത് ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങ് ഇന്നു മുതൽ എൻ്റെ വാഹനമായിട്ട് എന്നോടൊപ്പം സഞ്ചരിക്കുക. ഭഗവാനെ, എനിക്ക് വളരെ സന്തോഷം. അങ്ങയെ വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ പറക്കുന്നതിൽ എനിക്ക് സന്തോഷം തന്നെ. പക്ഷേ എനിക്ക് അമൃതകുംഭത്തെ താഴെ എത്തിക്കേണ്ടതുണ്ട്, എൻ്റെ അമ്മ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അമൃതകുംഭവുമായിട്ട് ഗരുഡൻ കദ്രു ഇളയമ്മയുടെ മുന്നിലെത്തി. ആ മുന്നിൽ അമൃതകുംഭം വെച്ചു. ഈ സമയത്ത് തന്നെ കദ്രു പറഞ്ഞു, നിന്റെ അമ്മയെ ഞാനിതാ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഉടനടി ഈ പറയുന്ന അമൃതകുംഭവുമായിട്ട് ഗരുഡൻ മേലേക്ക് തന്നെ കുത്തിയെടുത്ത് പറന്നു. കാരണം കദ്രു പറഞ്ഞ വാക്കിലെ പിശകിതായിരുന്നു, എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെക്കണം. നിന്റെ അമ്മയെ അടിമത്തു നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അമൃതകുംഭം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെക്കണം, അല്ലാതെ എനിക്കത് കഴിക്കണം, ഞാൻ ആർക്കും അത് കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. ഗരുഡൻ വാക്കുപാലിച്ചു. ദേവലോകത്തുള്ള അമൃതകുംഭം കൊണ്ടുവന്ന് കദ്രുവിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ നിന്റെ അമ്മയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതും ആ അമൃതകുംഭവും വഹിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് ഓടി. അങ്ങനെ അമൃതകുംഭം ദേവലോകത്ത് തിരിച്ചെത്തിച്ചു എന്നാണ് ഗരുഡന്റെ കഥ. ഇവിടെ ഗരുഡൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം എന്താണ്? അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. മാതാവ്, മാതൃഭൂമി, രാഷ്ട്രം, ഭൂമി മാതാവ്, ഇങ്ങനെ അനേകം സങ്കല്പങ്ങൾ നമുക്കുണ്ട്. അമ്മയുടെ ഭാവത്തിലാണ് ഇതിനെല്ലാം നാം സംരക്ഷിക്കേണ്ടത് എന്ന് ഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ സുദർശനം എന്ന് പറയുന്ന ചക്രം അമ്മയെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള മകനെ കൊന്നില്ല. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മം ആഴത്തിലുള്ളതാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മം ഏറ്റവും ഉദാത്തമായതാണെങ്കിൽ ഈശ്വരൻ പോലും നമ്മളെ കാക്കുവാനുണ്ടാകും. ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്തുവാനും കഴിയില്ല. ഇതാണ് ഈ കഥയിലൂടെ നാം പഠിക്കുന്ന തത്വം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.